കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിൻ്റെ മൊഡ്യൂൾ 2 സർപ്പങ്ങൾ എന്ന ലേഖനത്തിൻ്റെ ആശയം വളരെ ചുരുക്കി പറയാം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ സർപ്പക്കാട് എന്ന കവിതയെ മുൻനിർത്തി VC ശ്രീജൻ രചിച്ച നിരൂപണ ലേഖനമാണിത്. മാനവികതയും ശാസ്ത്രബോധവും ഉണർത്തുന്ന വൈലോപ്പിള്ളി കവിത പാരമ്പര്യ ബോധങ്ങളുടെ നല്ലതും ചീത്തതുമായ അംശങ്ങളെ ആവിഷ്കരിക്കുന്നു. അത്തരത്തിലുള്ള കവിത തന്നെയാണ് സർപ്പക്കാട്. 5 ഖണ്ഡങ്ങളാണ് ഈ കവിതയ്ക്കുള്ളത്. കുട്ടിക്കാലത്ത് വൈലോപ്പിള്ളി എന്ന കവി ഭയത്തോടെയും ഭക്തിയോടെയും അതിശയത്തോടെയും സന്തോഷത്തോടെയും കണ്ടിരുന്ന പകലിനെ പോലും ഇരുട്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വീടിന് പുറകുവശത്ത് നിന്ന സർപ്പക്കാടിൽ നിന്നാണ് ഈ കവിത തുടങ്ങുന്നത്. കാരണവന്മാരാൽ ആരാധിക്കപ്പെട്ട സർപ്പക്കാട് നിഗൂഢതകളും ശക്തി ചൈതന്യവും നിറഞ്ഞതാണ്. മുത്തശ്ശിയാണ് പഴങ്കഥകളിലൂടെ ഇത്തരം കാര്യങ്ങൾ കവിക്ക് പറഞ്ഞു കൊടുത്തത്. ഒരു നാടിൻ്റെ മുഴുവൻ രക്ഷകരും ശിക്ഷകരുമാണ് നാഗങ്ങൾ. ജാതി, സമ്പത്ത് എന്നിവയാലുള്ള വേർതിരിവൊന്നും അവിടെ കാണില്ല. തെറ്റു ചെയ്യുന്നവരോട് മാത്രം പക സൂക്ഷിക്കുന്നവരാണ് നാഗങ്ങൾ. സത്യമുള്ളവരാണവർ. മുത്തശ്ശിയിലൂടെ നാടിൻ്റെ സ്മൃതിയിൽ ഊറി അടഞ്ഞ നാഗക്കളത്തിൻ്റെ ചിത്രം കവിയുടെ മനസ്സിലും പതിയുന്നു. സർപ്പക്കാട് എന്നത് നാട്, വീട് എന്ന അതിർവരമ്പുകളില്ലാത്ത സത്യമായ നിലകൊണ്ടിരുന്നു എന്ന് വൈലോപ്പിള്ളി ഈ കവിതയിൽ വ്യക്തമാക്കുന്നു. ഗൃഹാതുരത്വം ഉണർത്തുന്ന കാടിൻ്റെ കഥകളിലേക്ക് ഇറങ്ങിയ കവിക്കും മേട്ടനും പാമ്പുറം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ കവിയുടെ സ്വപ്നങ്ങളിൽ പാർവണചന്ദ്രബണങ്ങൾ ഇണങ്ങിയ പൊന്മുടി ചൂടിക്കൊണ്ട് നാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷമാണ് കാണുന്നത്. കവി കാണുന്ന സ്വപ്നത്തിലുടനീളം പുള്ളുവൻ പാട്ടിൻ്റെ അകമ്പടിയോടെ അനേകം വാമൊഴി കഥകൾ കടന്നു വരുന്നു. കവി സ്വപ്നം വിട്ട് എഴുന്നേൽക്കുമ്പോൾ വണ്ണാത്തിക്കിളിയുടെ പാട്ടു മാത്രമേ കേൾക്കാനുള്ളൂ. തുടർന്ന് സർപ്പക്കാട് നിന്നിരുന്ന സ്ഥലത്ത് തെങ്ങുവെക്കുന്നു കവി. അഭാവം എന്ന സങ്കല്പം കൂടി ഈ ലേഖനത്തിൽ നാം കാണുന്നു. സർപ്പക്കാട്ടിൽ നാഗങ്ങളില്ലെന്ന് കവി തിരിച്ചറിയുന്നത് അതിനാലാണ്. പേടി വിഴുങ്ങിയ മിത്തിക്കൽ ഭൂതകാലത്തിനു കൂടി കവി തീ കൊടുക്കുന്നു. ഇതിലൂടെ പഴങ്കഥകളെ നിരാകരിച്ച് ഉയർന്നു വരുന്ന പുതിയ തലമുറയെ കവി ചിത്രീകരിക്കുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് തീ കൊടുക്കാനും അധ്വാനത്തിലൂടെ മാനവിക പുരോഗതി സാധ്യമാക്കാനുമുള്ള ആധുനികതാ ബോധമാണ് ഇവിടെ തെളിയുന്നത്. സർപ്പക്കാട് വെട്ടുന്ന കവി കാണുന്നത് മഞ്ഞച്ചെരിയെ മാത്രമാണ്. പുറ്റുകൾ കണ്ടു പേടിക്കുന്ന തൻ്റെ മകനോട് അത് ഞാഞ്ഞൂളിൻ്റെ കാഷ്ടമാണെന്നും കവി പറയുന്നു. കർഷകൻ്റെ മിത്രങ്ങളായ ഞാഞ്ഞൂളുകളാണ് ആധുനിക യുഗത്തിലെ നാഗത്താന്മാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വൈലോപ്പിള്ളി സർപ്പക്കാട് എന്ന കവിത അവസാനിപ്പിക്കുന്നത്. വികസനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിവാദം പകർന്നു കൊടുക്കുന്ന പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് കവിയുടെ മകൻ. ഒരച്ഛൻ വികസനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിവാദം പകർന്നുകൊടുത്ത് തൻ്റെ മകനെ പുതിയ തലമുറയുടെ പ്രതിനിധിയാക്കി മാറ്റുന്ന തരത്തിലുള്ള കഥാഗാഥയായാണ് VC ശ്രീജൻ സർപ്പക്കാട് എന്ന കവിതയെ ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് അബോധം എന്ന സൈദ്ധാന്തിക സങ്കല്പനത്തെ വിമർശന വിധേയമാക്കുന്നു. കവിതയിലെ ഓരോ പ്രയോഗങ്ങളിൽ നിന്നും വൈലോപ്പിള്ളി എന്ന കവിയിലെ അബോധ പ്രവർത്തനത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു VC ശ്രീജൻ. ബോധമനസ്സിൽ വൈലോപ്പിള്ളി പാമ്പുകളെയോ അതുമായി ബന്ധമുള്ള സത്യങ്ങളെയോ ഒന്നും കാണുന്നതായി നാം അറിയുന്നില്ല. എന്നാൽ അബോധമനസ്സിൽ നീണ്ട ബണങ്ങൾ വിടർത്തിയാടുന്ന നാഗങ്ങളെയും പുള്ളുവപ്പാട്ടും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കവി കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. കവിതയിൽ പാമ്പുകളെ അവതരിപ്പിക്കുമ്പോൾ അദൃശ്യ ഭയമായാണ് വൈലോപ്പിള്ളി അതിനെ കാണുന്നത്. കവിയിൽ പ്രവർത്തിക്കുന്ന അബോധതലമാണ് ഇതെന്ന് VC ശ്രീജൻ വ്യക്തമാക്കുന്നു. ബോധത്തിൽ നിന്നും വെളിയിലേക്ക് ആവാഹിച്ചിട്ടുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ വീണ്ടും ആരാധിക്കുന്നത് കവിയുടെ അബോധതലത്തിൻ്റെ പ്രകടനമാണെന്ന് VC ശ്രീജൻ നിരീക്ഷിക്കുന്നു. നേർവഴിക്ക് പറയേണ്ട പല കാര്യങ്ങളും വളച്ചുകെട്ടി പറയാനും അതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പുരാവൃത്തങ്ങളെ മുറുകെ പിടിക്കാനും മനുഷ്യൻ എപ്പോഴും താല്പര്യം കാണിക്കുന്നു. സർപ്പക്കാട് എന്ന പ്രതീകം തന്നെ അതിനുദാഹരണമാണ് എന്ന കാര്യവും ഈ നിരൂപണ ലേഖനത്തിലൂടെ VC ശ്രീജൻ കണ്ടെടുക്കുന്നു. ഇവിടെ വിലക്കപ്പെട്ട എല്ലാ സങ്കീർണതകളുടെയും സൂചകമായി സർപ്പക്കാട് എന്ന കവിത മാറുന്നു. സർപ്പം എന്നത് മനോവിശ്ലേഷണത്തിൽ ലൈംഗികതയുടെ പ്രതീകമാണ്. സർപ്പക്കാട് തേടിയിറങ്ങുന്ന കവിയുടെയും ഏട്ടൻ്റെയും പ്രവൃത്തിയെ VC ശ്രീജൻ കാണുന്നത് കുട്ടിക്കാലത്ത് തോന്നുന്ന ലിംഗജിജ്ഞാസയുടെ പ്രകടനമായിട്ടാണ്. കവി പാമ്പുകളുടെ വാസസ്ഥലത്തെപ്പറ്റി പറയുന്നിടത്തൊക്കെ ഈ രഹസ്യാത്മകത കലർത്തുന്നു. രഹസ്യമുള്ള കാടിനെ യോനി സദൃശമായ ബിംബമായി വായിക്കുന്നു. ഇത് കവിയുടെ അബോധതലത്തിലെ പ്രവർത്തനമാണെന്ന് VC ശ്രീജൻ നിരീക്ഷിക്കുന്നു. 4ാം ഖണ്ഡത്തിലെ സ്വപ്നത്തിലെ വർണ്ണനയെ മഹായോനി രൂപത്തിൻ്റെ അവബോധമായും അബോധത്തിൻ്റെ ചിത്രീകരണമായും
അദ്ദേഹം കാണുന്നു. പാതാളം എന്ന പ്രതീകം ഗർഭത്തെ ഓർമ്മിപ്പിക്കുന്നു. പുരോഗതിയുടെ പേരും പറഞ്ഞ് സർപ്പക്കാടുകൾ വെട്ടി നശിപ്പിച്ചാലും സ്വപ്നരംഗങ്ങളിൽ നാഗങ്ങൾക്ക് പാട്ടുപാടാതിരിക്കാൻ കൈരളിക്കു കഴിയുകയില്ല. ഈ നിരീക്ഷണം മനുഷ്യരുടെ അബോധവും ഭാഷയും തമ്മിലുള്ള അതിസങ്കീർണമായ ബന്ധത്തെ വെളിപ്പെടുത്തുന്നുവെന്ന് വി.സി. ശ്രീജൻ കൂട്ടിച്ചേർക്കുന്നു. ഐതിഹ്യവും നാഗങ്ങളും സ്വപ്നത്തിലെ നാഗങ്ങളും എന്ന വേർതിരിവിലേക്കാണ് വി.സി. ശ്രീജൻ അടുത്തതായി വിരൽ ചൂണ്ടുന്നത്. ഐതിഹ്യത്തിലെ നാഗങ്ങൾക്ക് സ്വപ്നത്തിലെത്തുമ്പോൾ അഥവാ സങ്കല്പത്തിൽ വിശുദ്ധി കൈവരുന്നു. ഐതിഹ്യത്തിൽ മാത്രമാണ് അവർ പ്രതികാരമൂർത്തികളാവുന്നത്. കവിതയിലെ ഇരുട്ടിനെയും വെളിച്ചത്തെയും അജ്ഞാനവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധമായി വി.സി. ശ്രീജൻ കാണുന്നു. വിമർശനത്തെ സൂചക സൂചിത ചിഹ്ന വ്യവസ്ഥയായ ഭാഷയുടെ പ്രവർത്തനവുമായി നിരൂപകൻ അതിവിദഗ്ധമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ സർപ്പക്കാട് എന്നത് ഒരു സൂചകമാണ്, വംശത്തിൻ്റെയും വ്യക്തിയുടെയും ഉള്ളിലുള്ള അബോധം എന്ന സൂചകം. ഈ സൂചക സൂചിതങ്ങളുടെ അടിവേര് അന്വേഷിച്ചു പോകുമ്പോൾ അത് വൈലോപ്പിള്ളിയിൽ കുടികൊള്ളുന്ന കാവ്യയുക്തിയുടെ പ്രവർത്തനമാണ് ആ സർപ്പസൂചകത്തെ നിർമ്മിച്ചത് എന്ന നിഗമനത്തിൽ വി.സി. ശ്രീജൻ എത്തുന്നു. കഥയിലും ഭാവനയിലും അല്ലാതെ മറ്റൊരിടത്തും സർപ്പങ്ങളില്ല. അതോടെ സർപ്പത്തിൻ്റെ പൂർണ്ണമായ അഭാവമാണ് സർപ്പക്കാടിനെ നിർമ്മിക്കുന്നതെന്ന് ശ്രീജൻ നിരീക്ഷിക്കുന്നു. പാമ്പുകളില്ലാത്ത കാവായതുകൊണ്ട് സർപ്പക്കാട് സർപ്പത്തിൻ്റെ അഭാവമായും സൂചകമായും മാറി. ഇവിടെ ആരെയും ഉപദ്രവിക്കാത്ത മഞ്ഞച്ചേര നാഗങ്ങളുടെ അഭാവത്തെ കാണിക്കുന്ന ഒരു സൂചകമായി മാറുന്നു. പുതുതലമുറയുടെ പ്രതീകമായി കവിതയുടെ അവസാനത്തിൽ കടന്നു വരുന്ന കുട്ടി കവിയുടെ മകനാണെങ്കിലും തെല്ലും പേടിയില്ലാത്തവനാണ്. പറമ്പിൽ വളരെ ഉത്സാഹത്തോടെ കളിക്കുന്ന അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ മുഴുവനായി പുറത്തെത്തിക്കാൻ കവി ശ്രമിക്കുന്നില്ല. ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കവി അതിനെ തടഞ്ഞുകൊണ്ട് ഉത്തരങ്ങൾ പറയുന്നു. ഒരർത്ഥത്തിൽ വിസ്മൃത ഭയങ്ങൾക്ക് മകൻ്റെ മനസ്സിൽ ഒരിടമുണ്ടാക്കുകയാണ് കവി ചെയ്തതെന്ന് വി.സി. ശ്രീജൻ ഇവിടെ നിരീക്ഷിക്കുന്നു. കൂടാതെ ബിംബങ്ങളുടെ താരതമ്യത്തിൽ പോലും വൈലോപ്പിള്ളിയിലെ അബോധതലം പ്രവർത്തിക്കുന്നുണ്ട്. നാഗം, ഞാഞ്ഞൂൾ എന്നീ ബിംബങ്ങൾ നോക്കൂ. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലാണെങ്കിൽ ഞാഞ്ഞൂൾ എന്ന ബിംബത്തിന് പ്രാധാന്യം കിട്ടും. എന്നാൽ ഭാഷയിൽ ആ പദത്തിന് അത്ര പ്രാധാന്യമില്ല. മലയനാട്ടിന് മംഗല്യങ്ങളായിരുന്നു നാഗങ്ങൾ. പക്ഷേ കാഷ്ഠം കൊണ്ട് മണ്ണിനെ ബലഭൂഷ്ടമാക്കുകയാണ് ഞാഞ്ഞൂളുകൾ. സർപ്പക്കാട് വെട്ടിത്തെളിക്കുക എന്ന ഭൗതികമായ പ്രവൃത്തി സംസ്കാരത്തിൽ അത്ര എളുപ്പം ചെയ്യാനാവില്ല എന്ന നിരീക്ഷണത്തോടുകൂടി വി.സി. ശ്രീജൻ ഈ ലേഖനം അവസാനിപ്പിക്കുന്നു.